ഹായ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കുറച്ച് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ സൈക്കോളജി പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ അർത്ഥം, അതിൻ്റെ പിന്നിൽ അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായത്. ആ ക്വസ്റ്റ്യൻസും അതുകൂടാതെ കുറച്ച് അതേപോലെ നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒന്നിനും പറ്റില്ല എന്നുള്ള ഒരു വാക്ക് കേൾക്കാത്തതായിട്ട് നമ്മുടെ ലൈഫിൽ ആരും ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ഒന്നെങ്കിൽ വൈഫിനോട് പറയും, നിന്നെ ഒന്നും ഒന്നിനും കൊള്ളില്ല, നീ എന്നെ കിട്ടിയത് തന്നെ നിൻ്റെ ലക്കാണ്, അല്ലെങ്കിൽ നിനക്ക് സാമ്പത്തികമായിട്ട് എന്താണുള്ളത്, നിനക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, നിനക്കൊരു ജോലി ഉണ്ടോ, നിനക്ക് എന്തിനെങ്കിലും പറ്റുമോ എന്നുള്ള പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊരു റിലേഷൻഷിപ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇനി അതല്ല സൗഹൃദങ്ങളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തും. എല്ലായിടത്തും നമ്മൾ പോയി നിൽക്കുമ്പോഴും നമ്മൾ നിൽക്കുന്നുണ്ടാവുന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഒന്നിലേക്കും അവർ കൂട്ടില്ല. നമ്മളിങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്തും. ഇനി അതല്ല വേറെ ഇപ്പം ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ മാരേജ് കഴിഞ്ഞ് പോയ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും, നിങ്ങൾക്ക് ഞങ്ങളുടെ അത്ര ഒരു എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള കഴിവുണ്ടോ, ഞങ്ങളുടെ ഫാമിലീൻ്റെ അത്ര, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലീൻ്റെ അത്ര റെപ്യൂട്ടേഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ വർക്കിൻ്റെ സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് അത്ര കഴിവുണ്ടായിട്ടൊന്നല്ല, പിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോവാണ്, നിനക്കൊന്ന് ഈ ജോലി പോയിട്ട് വേറൊരു ജോലി പോലും കിട്ടാനൊരു സാധ്യതയില്ല എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും അല്ലേ. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പം ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാകെ ഉദ്ദേശിക്കുന്ന എത്രയാണ്, നമുക്ക് എന്തൊക്കെ ഒരു കഴിവുകളുണ്ട്, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവരുടെ ഒപ്പം തന്നെ നിൽക്കണം, ഇവരുടെ അടുത്തുനിന്ന് വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ എന്താ വിചാരിക്കുക, ശരിയാണ്, എന്നെക്കൊണ്ടൊന്നിനും പറ്റില്ല, എന്നെ കാണാൻ ഭംഗിയില്ല, എനിക്കൊരു കഴിവുമില്ല, എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, എനിക്ക് വർക്ക് ചെയ്യാൻ അറിയില്ല, എനിക്ക് ഈ ഒരു വർക്ക് കിട്ടിയത് തന്നെ ഭയങ്കര ലക്കാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, ഭയങ്കര ഡൗണായിട്ട് നമ്മൾ അതിലിങ്ങനെ പിടിച്ച് തൂങ്ങിയിരിക്കും. പക്ഷേ ഇതിലൂടെ മറ്റാളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോറെവർ നമ്മൾ അവരുടെ അണ്ടറിൽ ഇങ്ങനെ നിൽക്കണം. കാരണം നമുക്ക് ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അങ്ങ് കയറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മൈൻഡിലേക്ക് അവർ തരാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാലാകാലം എന്ത് ചെയ്യും, നമ്മൾ അവിടെ തന്നെ സ്റ്റേബിളായിട്ട് അവിടെ നിന്ന് പോകും. നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല, നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല എന്താ കാര്യമുള്ളത്. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. നമ്മൾ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം, അവരങ്ങോട്ട് താഴ്ത്തിയിട്ട് നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് ഇതാക്കിയിട്ട് നമ്മൾ അവരെ ഭയങ്കര ഡൗൺ ആക്കി കഴിയുമ്പോൾ എന്തായി, നമുക്ക് നമ്മുടെ കാര്യം നേടാൻ പറ്റും. മറ്റാളെന്ത് ചെയ്യും, അത് വേഗം കേൾക്കുമ്പോൾ ശരിയാണല്ലോ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ ലൈഫിൽ അങ്ങ് പോവുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ജോലിയിൽ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ക്ലാസ്സിൽ അങ്ങ് പഠിച്ച് തീർന്ന് കിട്ടിയാൽ മതി, അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കഴിവുണ്ട്, നിങ്ങളെ പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കുമ്പം എന്താവരുത്, ശരിയാണ്, എന്നെക്കൊണ്ടൊന്നും പറ്റാത്തതാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഡൗൺ ആവാൻ പാടില്ല. കീപ് ഗോയിങ്. ഓക്കെ.